പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് സമാപനമായി. ഡിസംബർ 1 ആരംഭിച്ച ശീതകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകളും സഭയിൽ പാസായി. സഭാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് പ്രിയങ്കയും തമ്മിൽ നടത്തിയ സൗഹൃദ സംഭാഷണം ശ്രദ്ധേയമായി. ഡിസംബർ 1 ആരംഭിച്ച പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെ വിവിധ ബില്ലുകളും സഭയിൽ പാസായി. തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം വികസിത് ഭാരത്, ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ഉപജീവന മിഷൻ ഗ്രാമീൺ എന്ന പേരിൽ പുതിയ ബിൽ പാസാക്കിയതിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനു പുറമെ ആണവോർജ്ജ മേഖലയിൽ വികസനം ലക്ഷ്യമിട്ടുള്ള ശാന്തി ബില്ലും സഭ പാസാക്കി. ചർച്ചകളിൽ കൃത്യമായ തയ്യാറെടുപ്പുകളോടെ പങ്കെടുക്കുന്ന N.K. പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം അഭിനന്ദിച്ചു. ഈ സമ്മേളനത്തിൽ ലോക്സഭ 111% പ്രവർത്തനക്ഷമത കാഴ്ചവെച്ചതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. 59ഓളം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചത് ജനാധിപത്യപരമായ ഇടപെടലുകളുടെ തെളിവായി രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനും ചൂണ്ടിക്കാട്ടി. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം, തെരഞ്ഞെടുപ്പ് പരിഷ്കരണം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും സഭയിൽ നടന്നു. സഭാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് പ്രിയങ്കയും തമ്മിൽ നടത്തിയ സൗഹൃദ സംഭാഷണം ശ്രദ്ധേയമായി. സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ പാർലമെന്റ് ഹൌസിലെ ചേംബറിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നേതാക്കൾ പങ്കെടുത്തത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ റാം മോഹൻ നായിഡു, ചിരാഗ് പസ്വാൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. 2026 തുടക്കത്തിൽ ബജറ്റ് സമ്മേളനത്തോടെയാണ് അടുത്ത പാർലമെന്റ് സമ്മേളനം നടക്കുക. ജനം, ഡൽഹി.